ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ ചെടികൾ ഇന്ന് കാണിച്ചു തരാം. പോകാം വീഡിയോയിലേക്ക്. ഇതാണ് എൻ്റെ പായൽ ചെടിയാണിത്. ഒറ്റയൊന്നാ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കുട്ടികൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടാവും. ഇത് ആമ്പലാണ്. ഇതെല്ലാം വെച്ചിട്ടിപ്പോൾ ഒരാഴ്ചയായിരിക്കും. 2-3 പൂ ഉണ്ട്. അതിൻ്റെ മുട്ട ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. 2-3 വിരിഞ്ഞു. ഇത് കുറച്ച് ചെട്ടി തൈകളാണ്. ഇപ്പോൾ ഇത് ഞാൻ കവറിലാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് മേലെ എടുത്തുണ്ടാക്കണം. ഇവിടെ നിന്ന് വെയിൽ കിട്ടുന്നില്ല. അപ്പോൾ മേലെ വെയിലത്തെടുത്തുണ്ടാക്കണം. ഞാനിതൊക്കെ എടുത്തിട്ടില്ലേ, താഴെയായിരുന്നു. ആ ഷീറ്റിൻ്റെ താഴെ, ഷീറ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഇതിനൊന്നൊരു വെയിൽ കിട്ടുന്നിട്ട് ഞാനിതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൊണ്ടയച്ചു. ഇത് വള്ളിയാണ്. ഇത് വള്ളിയാണ്. ഇതിങ്ങനെ വള്ളിയായിട്ട് ഇതിനൊരു വടി വെച്ച് കൊടുക്കണം. ഞാനിങ്ങനെ കുത്തനെ അതിൻ്റെ മേലൊക്കെ ഇരിക്കുമോ. നമ്മളെ മണ്ണിച്ചക്കി എന്താണാവോ പറയാൻ നിങ്ങളൊക്കെ? ഞാൻ പറയാം മണ്ണിച്ചക്കി. എൻ്റെ മഞ്ഞ ഓർക്കിഡ്. കൂടുതൽ ചെടികളത്, ഒരുപാട് ചെടികളും പൂവുകളൊന്നുമില്ല, കുറച്ച്. മഞ്ഞ ജമന്തി മഞ്ഞ. ഇതില്ലേ നമ്മുടെ, ഇത് നമ്മുടെ വള്ളി റോസാണ്. വെള്ള വള്ളി റോസ്. ഞാനിതെല്ലാം പൂവെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് നമ്മളിങ്ങളെന്താണോ പറയുക, എന്നാലും ശവന്നാറിയുന്നോ എന്തോ പറയും. ഞാൻ ബസ്സിപ്പൂ എന്നാണ് പറയുക. ഇത് അതേപോലെ ഇത് 10 മണി വെള്ള 10 മണി. ഇത് പിങ്ക്. ഇത് നമ്മൾ ഒരു ലൈറ്റ് റോസാണിത്. നല്ല നാടൻ റോസാണ്, വലിപ്പൂടെ. ഇതെല്ലാം ഞാൻ ഇപ്പോൾ മാറ്റി നട്ടതാണ്. ഇതെല്ലാം ഞാൻ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ഓർക്കിഡാണ്. കുറേ പുല്ലെല്ലാം പൊടിച്ച് ഇതിൻ്റെ ഉള്ളിലെല്ലാം അല്ലെങ്കിൽ ഒന്ന് പൊടിച്ച്. ഇത് അതിൻ്റെ വേറൊരു കളറാണ്. അത് വയലറ്റ്. ഇത് 2 കളർ വരുന്നതാണ്. ഇത് നമ്മളെ കുഞ്ഞും വെള്ള റോസ്. ഉള്ളിലെല്ലാം പുല്ല് പിടിച്ച്. അച്ചോടാ, ഒരു പൂ പറിച്ചു പോയടാ. ഇതെല്ലാം നമ്മൾ എന്നാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് തേങ്ങ ചെയ്തിട്ട് ഇടുന്നതും കാണാം, ഇങ്ങനെ വെച്ചിട്ടും കാണാം. ഇതാ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ വയലറ്റ് ഓർക്കിഡ്. ഇതെല്ലാം പോയി കേട്ടോ. നമ്മൾ മഴയത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം നശിച്ചു പോയി. ഒരുപാടെല്ലാം പോയി. കണ്ടോ ഇതിനെ മഴ കൊണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണാവുക. ഇത് കൂടുതലായിപ്പോയി. ഇതൊക്കെ ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പൂവാണ് ഇതിൻ്റെ മേലെ. ഇത് നേരത്തെ കണ്ടതിൻ്റെ പിങ്ക്. ഇത് നമ്മളെ ഹൈഡ്രേഞ്ച്. അറിയോ ഹൈഡ്രേഞ്ച്? ഇതിനൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തെടുക്കുന്ന തന്നെ പുതിയ തിരി വരും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ ഓർക്കിഡ്. ഇത് ഒരു റോസാണിത്. ഇതിൻ്റെ കമ്പ് ആകെ അലങ്കോലായി കിടക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടതിൻ്റെ ആ വെള്ള റോസിൻ്റെ വേറെ ഒന്നാണത്. പക്ഷെ അത് മുട്ട് കാണുമ്പോൾ റോസ് കളർ അടിക്കുന്നത്. അപ്പോൾ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളയാണ്. ഇത് ഹാങ്ങിങ് ആണ് കേട്ടോ. ഇത് ഞാൻ ഹാങ് ചെയ്ത് വെച്ച ഒരു പാത്രം, അതിൻ്റെ താഴെ ഒരു ചട്ടി ഉണ്ടായിരുന്നു. ആ ചട്ടീൻ്റെ അകത്ത് തനിയെ വീണ് പൊടിച്ചതാണിത്. അപ്പോൾ അതിൻ്റെ പോലെ ഇങ്ങനെയായി. ഇത് മഞ്ഞച്ചേണ്ടി. ഇതിൻ്റെ ഒന്നും പൂവ് അറിയില്ല കേട്ടോ. ഇത് ഇതുവരെ പൂവ് ഉണ്ടായിട്ടില്ല.
നമ്മുടെ ഹൈഡ്രേഞ്ച് 2 കളറുണ്ട്, ഒരു പിങ്കും ഉണ്ട്, ഒരു നീലയുണ്ട്. അപ്പം ഞാൻ നീലാന്ന് അറിഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്ന് നട്ടത്, വാങ്ങിയിട്ടാണ് നട്ടത്. അപ്പം നോക്കും പൂവുണ്ടായിട്ട് നോക്കുമ്പോൾ പിങ്കാണ്, നീല കളറായില്ല. ഇത് നമ്മുടെ ഒരു ചെമ്പരത്തിയാണ്, മഞ്ഞ ചെമ്പരത്തി. ഇതെല്ലാം നമ്മുടെ എന്താണ് ഇനി പറയാം, നമ്മുടെ ബോഗൻവില്ല എന്ന് പറയും, കടലാസ് പൂവെന്നും പറയും. ഇത് ലൈറ്റ് പിങ്കാണ്. ഇതെല്ലാം ഇതിൻ്റെ സീസൺ കഴിഞ്ഞു, ഇതിൻ്റെ പൂവിൻ്റെ സീസൺ കഴിഞ്ഞു. നമ്മുടെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരെ ഇതിൻ്റെ സീസൺ പൂവിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ പുല്ലുണ്ടാകുന്ന പുല്ല് പിടിച്ച് ഇതെല്ലാം ബോഗൻവില്ലയാണ്. ഇത് പിങ്കാണ്. ഇത് വേറൊരു ഡാർക്ക് പിങ്ക്, അതെന്ന് വെച്ചാൽ പൂവ് നല്ല കുറച്ച് തിക്കോടെ ഉണ്ടാവും. അതാണ് നമ്മളെ ഇത് എന്നാണ് ഇൻഡോർ പ്ലാന്റ്. ഇത് ഞാൻ ഇങ്ങനെ മഴയായതുകൊണ്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. ഇത് നമ്മളെ ഇത് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് തനിയെ ഉണ്ടായതാണ്. ഇനി ബട്ടർഫ്ലൈ പോലെയില്ലേ ഇതിനെ കാണുമ്പോൾ, ഇതിൻ്റെ ഇല കാണുമ്പോൾ ബട്ടർഫ്ലൈ തന്നെ. ഓ അടിപൊളിയല്ലേ. നമ്മൾ നേരത്തെ ഇത് ഇവിടെ വെച്ചതാണ്. ഇവിടെ വെച്ചിട്ട് മഴ കൊള്ളുന്നിടക്ക് കൊണ്ടുവന്നാണോ ഇതായി വെച്ച് കഴിഞ്ഞാൽ ആകെ ചീത്തയായി പോകും. കാരണം ഇത് നട്ടിട്ട് അത്ര ദിവസം ആയില്ല. ഇവിടെ ആകുമ്പം കുറച്ച് ചെറിയൊരു സൂര്യപ്രകാശം കിട്ടും, അതുകൊണ്ട് ഇവിടെ ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ.